പറയാനുള്ളത്. വിനയ്, റോബോട്ടുകളുടെയൊക്കെ കാലമാണ്. എന്തുകൊണ്ട് അവർക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിക്കൂടാ? വോട്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. പൂജ എടുത്തു പറയേണ്ട ഈ ധർമ്മപുരി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. സാധാരണക്കാരുള്ള കൃഷിക്കാരൊക്കെ താമസിക്കുന്ന ഈ പ്രദേശത്താണ് പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ബസ് സ്റ്റാൻഡിൽ ഈ ഒരു റോബോട്ട് പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല, അവരുടെ പ്രിയ നേതാവ് കൂടിയായിരുന്ന ജയലളിതയുടെ എല്ലാം AI വീഡിയോ, അതായത് ജയലളിത ഈ പറയുന്ന അണ്ണാ-DMK സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ റോബോട്ടിലൂടെ. പെട്ടെന്ന് കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനായാലും പെട്ടെന്ന് ഞെട്ടിപ്പോകും. കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി തങ്ങളുടെ അന്തരിച്ചുപോയ ഒരു നേതാവ് വന്ന് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തായാലും AI സാങ്കേതികവിദ്യയുടെ സഹായം ഉപയോഗിച്ച്, റോബോട്ടിന്റെ ഒക്കെ സഹായം ഉപയോഗിച്ചുള്ള ഒരു പ്രചാരണ രീതിയാണ് ധർമ്മപുരിയിൽ ഇപ്പോൾ അണ്ണാ-DMK നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ AI സാങ്കേതികവിദ്യയുടെ സാധ്യത അത് സ്ഥാനാർത്ഥികളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ജയലളിതയുടെ പഴയകാല നിയമസഭാ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് ഇവർ നടത്തുന്നത്. അത്തരത്തിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും അത് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നാണ് ഈ ഒരു AI വീഡിയോ ഉപയോഗിച്ചുള്ള പ്രചരണ രീതി ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർക്കടക്കം വലിയ രീതിയിൽ ഒരു അമ്പരപ്പ് ഉളവാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇതിന്റെയൊക്കെ ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് ഉറപ്പാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഇങ്ങനെയുള്ള പ്രചരണമൊക്കെ ആയിരിക്കും ശരിക്കും നമ്മൾ കാണാനും പോകുന്നത്. ശരി വിനയ്.